ചാനൽ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അങ്ങനെ ഫൈനലി നമ്മുടെ 15 ഡേയ്സ് എന്താ പറയുക ഡെയിലി ടാസ്ക് ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഡേ 2-ൽ, അതായത് നാളെ നിങ്ങൾ ചെയ്യേണ്ട ടാസ്കിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ആയിട്ടാണ്. അപ്പോൾ ഇന്ന് ഞാൻ നമ്മുടെ ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ദിവസം മൺഡേ ആണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇന്നത്തേക്ക് വേണ്ടി ഞാൻ നിങ്ങൾക്ക് തന്നിരുന്നത് 8 ഗ്ലാസ് വെള്ളം കുടിക്കുക, ഒരു 15 മിനിറ്റ്സ് മിനിമം വർക്കൗട്ട് ചെയ്യുക, ഒരു മീൽ പ്ലാൻ ഞാൻ തന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെയാണ് ഞാൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞിരുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യുമ്പോഴേക്കും അതൊക്കെ നിങ്ങൾ ഫിനിഷ് ചെയ്തിട്ടുണ്ടാവും. നമ്മുടെ ഡേ 1-ന്റെ ആ ഒരു എന്താ പറയുക വീഡിയോയുടെ താഴെ നിങ്ങൾ കമന്റ് ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമ്മുടെ മീൽ പ്ലാനിന്റെ കാര്യം കുറേ പേർക്കൊക്കെ അത് ലിങ്ക് ഓപ്പൺ ചെയ്യുമ്പോൾ പ്രോപ്പറായിട്ട് വ്യൂ ആവുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് നിങ്ങൾ ആ ഒരു ലിങ്ക് നിങ്ങൾ കോപ്പി ചെയ്ത് വേറെ എവിടെയെങ്കിലും പേസ്റ്റ് ചെയ്ത് അങ്ങനെ ഓപ്പൺ ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് പ്രോപ്പറായിട്ട് കാണാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾ ആർക്കെങ്കിലും സെൻഡ് ചെയ്ത് കൊടുത്തിട്ട് ആ ഒരു രീതിയിൽ കാണുകയാണെങ്കിലും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കാണാൻ പറ്റും. പക്ഷേ നിങ്ങൾ 11 നിങ്ങൾ മെനക്കെടാൻ വയ്യാന്നുണ്ടെങ്കിൽ ഞാനൊരു ചെറിയൊരു വീഡിയോ റെക്കോർഡ് ചെയ്തിട്ട്, അതായത് നമ്മുടെ ഡയറ്റ് പ്ലാനെ കംപ്ലീറ്റ് ആയിട്ടൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് റെക്കോർഡ് ചെയ്തിട്ട് ഞാനൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് നമ്മുടെ മീൽ പ്ലാനെ പ്രോപ്പറായിട്ട് കാണാനായിട്ട് പറ്റും. അത് കഴിയുന്നതും ഈ ഒരു വരുന്ന 15 ദിവസം നിങ്ങൾ അത് തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ നോക്കുക. എന്തെങ്കിലും ഓൾട്ടർനേറ്റീവ്സ് എടുക്കുകയാണെങ്കിൽ പോർഷൻ കൺട്രോൾ ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. ഇനി നമ്മുടെ നാളത്തെ ടാസ്ക് ആണ്. അപ്പോൾ ടാസ്കുകളുടെ കാര്യം പറയുമ്പോൾ ഒരു കാര്യം നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, കഴിയുന്നതും ഇപ്പം നമ്മൾ ഓരോ ദിവസം ഓരോ ടാസ്ക് പറയുന്നുണ്ടല്ലോ, ആ ടാസ്കുകളൊക്കെ കഴിയുന്നതും ഈ ഒരു 15 ഡേയ്സും കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ഫോളോ ചെയ്യാനായിട്ട് നോക്കുക. കാരണം കഴിയുന്നതും ഈ ഒരു 15 ഡേയ്സും നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്യാൻ നോക്കുക. ഏതെങ്കിലും ഒരു ടാസ്ക് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്യേണ്ട എന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് ഓൾറെഡി പറയും. ഇവിടെ മഴ വരുന്നുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ ലൈറ്റ് മാറി മാറി വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നാളത്തേക്ക് ഞാൻ പറയാൻ പോകുന്ന ടാസ്കും നിങ്ങൾ ഈ ഒരു കണ്ടിന്യൂസ് 15 ഡേയ്സും കഴിയുകയാണെങ്കിൽ ഒരു 90% എങ്കിലും പ്രോപ്പറായിട്ട് നിങ്ങളത് ഫോളോ ചെയ്യണം. 10% അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിക്കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. 90% കറക്റ്റായിട്ട് നിങ്ങൾ ഈ ഒരു 15 ഡേയ്സും അത് ഫോളോ ചെയ്യാൻ നോക്കാം. അപ്പം നാളത്തേക്ക് വേണ്ടി നമ്മൾ ചെയ്യാൻ പോകുന്ന ചാലഞ്ച് നോ ജങ്ക് ഫുഡ് ചാലഞ്ച് ആണ്. അതായത് നാളത്തെ ഒരു ദിവസമല്ല, ജസ്റ്റ് ഇപ്പം നമ്മൾ ഒരു ദിവസത്തേക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ബാക്കിയുള്ള ദിവസം മിനിമം ഒരു 90% നിങ്ങൾ പ്രോപ്പറായിട്ട് അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ നോക്കാം. അപ്പോൾ നാളത്തേക്ക് ഒരു ദിവസം നമ്മൾ ഒരു തരത്തിലുള്ള ജങ്ക് ഫുഡും നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതല്ല. ജങ്ക് ഫുഡ് എന്ന് പറയുമ്പോൾ നമ്മൾ പുറത്തു നിന്ന് വാങ്ങിക്കുന്ന ആഹാരങ്ങളടക്കം, അതായത് ഇപ്പോൾ നിങ്ങൾ ഹോട്ടലിൽ നിന്നൊക്കെ ഫുഡ് കഴിക്കുകയാണെങ്കിൽ കഴിയുന്നതും അത് നിങ്ങൾ അവോയ്ഡ് ചെയ്യാൻ നോക്കുക. വീട്ടിൽ പ്രിപ്പയർ ചെയ്ത ആഹാരങ്ങൾ, അതിപ്പോൾ എന്ത് ലൈറ്റ് ആയിട്ടൊരു ഫുഡാണെങ്കിൽ പോലും കുഴപ്പമില്ല, വീട്ടിൽ പ്രിപ്പയർ ചെയ്ത ആഹാരങ്ങൾ തന്നെ കഴിക്കാൻ നോക്കുക. പിന്നെ എന്താ പറയുക ബിസ്ക്കറ്റ്സ്, മൈദ വെച്ചിട്ടുള്ള ആഹാര സാധനങ്ങൾ, ബ്രെഡ്, പാസ്ത, ബണ്ണുകൾ, പിന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ എന്താണ് അൺഹെൽത്തി ഫുഡ്, എന്താണ് ജങ്ക് ഫുഡ് നിങ്ങൾക്ക് അറിയാമല്ലോ. പിന്നെ പാക്കറ്റ് ആയിട്ടുള്ള ഒരുപാട് ഫുഡുകൾ ഉണ്ടാവും. ഇപ്പം നമുക്ക് പാക്കറ്റിൽ തന്നെ നോ ഷുഗർ ബിസ്ക്കറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ആ ബിസ്ക്കറ്റ്സിലൊക്കെ എന്തായാലും ഷുഗർ ഉണ്ട്. അത് നിങ്ങൾ അതിൻ്റെ ന്യൂട്രീഷണൽ വാല്യൂ പുറത്ത് ഉള്ള ഒരു ലേബൽ വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും അതിനകത്ത് എത്ര ഷുഗർ ആഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം. അപ്പോൾ അതൊക്കെ ഈ പാക്കറ്റ് ആയിട്ടുള്ള ഫുഡുകളൊക്കെ തന്നെ ഒരു എന്താ പറയുക ജങ്കിൽ വരുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ എല്ലാ ഫുഡും ഞാൻ പറയുന്നില്ല, ചില ഫുഡുകളൊക്കെ. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് വേണം കഴിക്കാനായിട്ട്. കഴിയുന്നതും വീട്ടിൽ നമ്മൾ കുക്ക് ചെയ്യുന്ന മീൽസ് തന്നെ നാളത്തെ ഒരു ദിവസം കഴിക്കാൻ നോക്കുക. ഇനി വരുന്ന 15 ഡേയ്സും നിങ്ങളത് ഫോളോ ചെയ്യാനായിട്ട് നോക്കുക. എന്തായാലും നമുക്ക് ഡയറക്റ്റ്ലി ജങ്ക്സ് എന്ന് പറയുന്ന ഒരൊറ്റ ഫുഡുകളും നിങ്ങൾ കഴിക്കാൻ പാടില്ല. അതായത് ബിസ്ക്കറ്റ്, അതുപോലെ തന്നെ നമ്മൾ ഫ്രൈഡ് ആയിട്ടുള്ള ഐറ്റംസ്, പിന്നെ കേക്ക്സ്, പേസ്ട്രീസ്, അങ്ങനത്തെ ഒന്നും തന്നെ നാളത്തെ ഒരു ദിവസം നിങ്ങൾ കഴിക്കാനായിട്ട് പാടില്ല. പിന്നെ സ്വീറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് കഴിക്കാൻ, അതായത് നമുക്കിപ്പം ഡയറ്റ് സ്റ്റാർട്ട് ചെയ്ത ഫസ്റ്റ് ഫ്യൂ ഡേയ്സ് ചിലപ്പോൾ ക്രേവിങ്സ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും സ്വീറ്റിനോടൊക്കെ നിങ്ങൾക്ക് ക്രേവിങ്സ് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ആ ക്രേവിംഗ് മാറ്റാനായിട്ട് ഡാർക്ക് ചോക്ലേറ്റ് കഴിക്കാവുന്നതാണ്. അതും ഒരു പീസ് മാത്രം, ഒരുപാടൊന്നും എടുത്ത് കഴിക്കുന്നത്. ഡാർക്ക് ചോക്ലേറ്റ് ഒരു പീസ് കഴിക്കാം. അതല്ലെങ്കിൽ ഡേറ്റ്സ് നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. പിന്നെ ഉള്ളത് നമുക്ക് ഉണക്കമുന്തിരിയില്ലേ, അത് നമുക്ക് കഴിക്കാവുന്നതാണ്. ഇതൊക്കെ നമുക്ക് സ്വീറ്റ് ക്രേവിങ്സ് വരുമ്പം ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ ഐറ്റംസ് ആണ്. അപ്പോൾ ഇത്രയാണ് നാളത്തെ ടാസ്ക്, നോ ജങ്ക് ഫുഡ്. നാളത്തെ ഒരു ദിവസം നിങ്ങൾ ജങ്ക് ഫുഡ് ഒന്നും തന്നെ കഴിക്കാതിരിക്കാം. പിന്നെയുള്ളത് നമ്മുടെ 15 മിനിറ്റ്സ് വർക്കൗട്ട് ആണ്. അപ്പോൾ നാളെ നിങ്ങൾ ചെയ്യേണ്ടുന്ന വർക്കൗട്ട് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. ലിങ്ക് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീഡിയോ കാണാൻ പറ്റും. അത് നിങ്ങൾക്ക് ഏത് സമയത്താണോ പറ്റുന്നത് ആ സമയത്ത് ചെയ്ത് തീർക്കാൻ വേണ്ടി നോക്കുക. പിന്നെ നമ്മുടെ ഡയറ്റ് പ്ലാനിലും സ്റ്റിക്ക് ഓൺ ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഡേ 2 ടാസ്ക്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ടാസ്ക് ആണ്. അറ്റ്ലീസ്റ്റ് നാളത്തെ ദിവസമെങ്കിലും നിങ്ങൾ ഈ ഒരു ടാസ്ക് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് ഡേ 3-ലെ ടാസ്കുമായിട്ട് കാണാം. എല്ലാവരും ഹാപ്പി ആൻഡ് ഹെൽത്തി ആയിട്ടിരിക്കും. ബൈ.